ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ നരന്റെയും കാവേരിയുടെയും വിവാഹം കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കാവേരി അവിടെ അങ്ങനെ ഒറ്റപ്പെട്ട് വിഷമിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. അതേ സമയത്ത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി രാത്രിയായല്ലോ, അപ്പൊ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോ നരനോട് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട്, അവളെവിടെയെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആര് എന്ന് ചോദിക്കുമ്പോ ആരെന്നോ നിന്റെ ഭാര്യ എന്ന് പറയുന്നുണ്ട്. ആവോ എനിക്കറിയില്ല എന്ന് പറയുകയാണ്. നിനക്കറിയില്ലെന്നോ, നീ ഭക്ഷണം കഴിക്കാൻ വരുമ്പോ അവളെയും കൂടി വിളിക്കണ്ടേ എന്ന് പറയുകയാണ്. അപ്പോ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് കാവേരി വരുന്നുണ്ട്. അങ്ങനെ കാവേരി ഇപ്പോൾ ഇത്തിരി ഒരു ഉഷാറൊക്കെ ആയിട്ടുണ്ട്. വിഷമൊക്കെ ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. കാരണം ഇവരെ മുന്നിൽ അഭിനയിക്കണം എന്നാണല്ലോ നരൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അവിടെ വന്നിരിക്കുകയാണ്. നരന്റെ അരികില് സീറ്റിലാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ സമയം നരൻ അവിടെ നിന്നും എഴുന്നേറ്റ് അപ്പുറത്ത് പോയിരിക്കുകയാണ്. മുത്തശ്ശൻ ഇരിക്കുന്ന സ്ഥലത്ത് പോയിരിക്കുന്നുണ്ട്. അപ്പൊ അവൾക്ക് വിഷമാവാതിരിക്കാൻ വേണ്ടി ഗായത്രി പറയുകയാണ്, മോള് വിഷമിക്കേണ്ട, അവന് മുത്തച്ഛൻ്റെ അടുത്തിരിക്കുന്നതാണ് താല്പര്യം, അതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് എന്ന് പറയുകയാണ്. അവൾക്കാണെങ്കിൽ എന്ത് വിഷമം, അവൾക്ക് യാതൊരു തരത്തിലുള്ള ഇതുമില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട്. അവളാണ് എല്ലാവർക്കും, മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇരിക്കുക എന്ന് പറഞ്ഞ് മുത്തശ്ശിക്കൊക്കെ വിളമ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അവനിങ്ങനെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ സമയത്തും ഇവർക്ക് സംശയം, കാരണം എങ്ങനെയാണ് ഇവര് ഒന്നിച്ചത്? ആകെ കുറച്ച് രണ്ടാഴ്ചത്തെ, ആകെ വളരെ കുറച്ച് ദിവസത്തെ പരിചയം മാത്രമേ ഇവർ തമ്മിലുള്ളൂ. എന്നിട്ടും എങ്ങനെ ഇവര് ഒന്നായി എന്ന് തന്നെയാണ് അവരുടെ സംശയം. അങ്ങനെ ആ സമയത്ത് ഈ പറയുന്ന ശിവനാണ് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ എങ്ങനെ ഇത്ര അടുപ്പായത്, നിങ്ങൾ എങ്ങനെ സ്നേഹിച്ചു, ആദ്യമേ അറിയായിരുന്നോ, ഇവനെ കുറിച്ച് ആദ്യമേ അറിയായിരുന്നോ, അതുകൊണ്ടാണോ നിങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കാൻ വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അല്ല എന്ന് അവൾ പറയുന്നുണ്ട്. എനിക്ക് ആദ്യ നോട്ടത്തിൽ തന്നെ അദ്ദേഹത്തെ ഇഷ്ടമായി എന്ന് പറയുകയാണ്. അപ്പോ നരൻ അന്തം വിട്ട് നോക്കുകയാണ്, ഇവളെന്തായി പറയുന്നത് എന്നുള്ള രീതിയിൽ. അങ്ങനെ അങ്ങനെ അവൾ പറയുന്നുണ്ട്, തിരിച്ചും അദ്ദേഹത്തിന് എന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എന്നെ ഇഷ്ടമായി, അങ്ങനെയാണ് ഞങ്ങൾ വിവാഹം ചെയ്തത് എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒറ്റ നോട്ടത്തിലേക്ക് എങ്ങനെ ഇഷ്ടാവാനാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെയാവും എന്ന് പറയുകയാണ്. അങ്ങനെ അതിനുശേഷമാണ് ഞങ്ങൾ വിവാഹം കഴിച്ചത്. അപ്പൊ ഗായത്രി നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ നരൻ അറിയില്ല, നമ്മുടെ കാവേരിക്ക് അറിയില്ല ഈ ശിവനാ. അപ്പൊ ഞാൻ ഇവിടുത്തെ മരുമകനാണ് എന്ന് പറയുമ്പോ, അപ്പോ ആന്റിയുടെ ഇളയമ്മയുടെ ഭർത്താവിലെ, ഓ ശരി സമ്മതിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇളയമ്മയെ കല്യാണം കഴിച്ചത് ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ടല്ലേ, ഇഷ്ടപ്പെട്ടിട്ടല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയണം. അപ്പത്തെ അത്ര തന്നെയുള്ളൂ കാര്യം എന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ സമയം ഇവള് പേരും കള്ളിയാണ്, നുണച്ചിയാണെന്നൊക്കെ നമ്മുടെ നരൻ മനസ്സിൽ വിചാരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണമൊക്കെ നല്ലോണം തന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ചതിന് ശേഷം അവള് അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ അവളാണെങ്കിൽ രാവിലെ ഉടുത്തിരിക്കുന്ന അതേ സാരി തന്നെയാണ് അവൾ ഉടുത്തിട്ടുള്ളത്. അപ്പോൾ മോൾ എന്ത് ഡ്രസ്സ് മാറിയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഗായത്രി. അപ്പോൾ ആ സമയത്ത് എനിക്ക് വേറെ മാറാനൊന്നും തന്നെ ഇല്ല എന്ന് പറയുകയാണ്. അയ്യോ അത് കഷ്ടായിപ്പോയി, വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഒന്നും എടുത്തില്ലേ അമ്മ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ മുത്തശ്ശി പറയാണ്, അത് പിന്നെ അവിടെ തിരികെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച് കാണല്ലേ, പിന്നീട് എടുക്കാമെന്ന് വിചാരിച്ച് കാണല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതിയില്ലല്ലോ, മകളെ തല്ലുകയും അതുപോലെ തന്നെ തള്ളി പറയുകയൊക്കെ ചെയ്തില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയം കാവേരി പറയുകയാണ്, ഇതൊന്നും എനിക്കൊരു പുത്തരിയല്ല, കാരണം ഇതിനേക്കാളും വലുത് ഞാൻ പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്, ഇത്രയല്ലേ സംഭവിച്ചുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇവൻ അത് കേൾക്കാണ്, നരൻ കേൾക്കുന്നുണ്ട്. നരൻ എന്നിങ്ങനെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഇവൾക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഗായത്രി ഒരു ഡ്രസ്സ് ഉണ്ടായിരുന്നത് എടുത്ത് ാണ്. അങ്ങനെ ആ ഡ്രസ്സ് ചുരിദാറൊക്കെ ഇട്ടിട്ട് അവള് വരുന്നുണ്ട്. അപ്പൊ നല്ല കുഴപ്പമില്ല, നല്ല പാകായില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നു. അതെ എന്ന് പറയുകയാണ്. ഇനി എന്തായാലും എനിക്കൊന്ന് ഉറങ്ങണം എന്ന് പറയുമ്പോൾ, മോള് പൊയ്ക്കോ അവന്റെ മുറിയിലോട്ട്. അപ്പോൾ അതെവിടെയാ എന്ന് ചോദിക്കുന്നുണ്ട്. അവന്റെ മുറി മോൾക്ക് അറിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗായത്രി പറയാണ്, വാ ഞാൻ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ഗായത്രി അവളെയും കൊണ്ട് മുറിയിലോട്ട് പോവുകയാണ്. അങ്ങനെ ഇതാണ് കേട്ടോ മോളെ മുറി. അപ്പം വാതിൽ അടഞ്ഞു കിടക്കുകയാണ് മുറിയുടെ.
അങ്ങനെ അവള് ആ ഡോർ ഇങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ആരാ എന്നും ചോദിച്ച് ദേഷ്യപ്പെട്ടുകൊണ്ട് നരൻ വാതില് തുറക്കാണ്. നീ എന്താ ഇവിടെ എന്ന് ചോദിക്കാണ്. അപ്പോൾ എനിക്ക് ഉറങ്ങണം എന്ന് പറയണം. ഉറങ്ങിക്കോ, അതിനാരെങ്കിലും പറഞ്ഞ ഉറങ്ങണ്ട എന്ന്? അതല്ല, എനിക്ക് കിടക്കാൻ ഒരു മുറി വേണം, ഈ മുറിയിൽ കിടക്കാനാണ് പറഞ്ഞത്. ഈ മുറിയിൽ ഞാൻ ഒരാളെയും കയറ്റില്ല, ഇവിടെ കിടക്കാൻ നിനക്ക് പറ്റില്ല, നീയേ ദേ അപ്പുറത്തൊരു മുറിയുണ്ട്, അവിടെ വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ എന്ന് പറയാണ്. എന്നോട് ഇവിടെ കിടക്കാനാണ് ഇളയമ്മ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഇളയമ്മ അങ്ങനെയൊക്കെ പലതും പറയും. അതെ, നീയേ നമ്മൾ തമ്മിൽ എഗ്രിമെന്റ് കല്യാണമാണ് കഴിഞ്ഞത്, അത് നിനക്കറിയാലോ, മറ്റുള്ളവരുടെ മുന്നിൽ നീ അഭിനയിച്ചാൽ മതി, എന്റെ മുന്നിൽ നീ അഭിനയിക്കണ്ട, എഗ്രിമെന്റിൽ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നീ വായിച്ചു നോക്കിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ സമയം അത് ശരി, അതില് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട് ഇങ്ങനെ, അപ്പൊ എന്ത് ഉറങ്ങാൻ പാടില്ലെന്നോ എന്ന് ചോദിക്കാണ്. അപ്പോൾ ഉറങ്ങാൻ പാടില്ലെന്നല്ല, നമ്മൾ വേറൊരു ബന്ധവും കാര്യങ്ങളോ എന്റെ റൂമിലൊന്നും കിടക്കാനൊന്നും പാടില്ല, എന്റെ അവകാശങ്ങളൊന്നും ഇടപെടാൻ പാടില്ല എന്ന് അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ട് എന്ന് പറയുകയാണ്. ശരി, നിങ്ങൾ ഉറങ്ങിക്കോ. അങ്ങനെ നമ്മുടെ നരൻ ദേഷ്യപ്പെട്ട് വാതിലടക്കുകയാണ്. കാവേരി അങ്ങനെ വിഷമിച്ചവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കാവേരി വേഗം പോകുന്നത് തൻ്റെ അവിടെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുറേ നേരം ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോഴാണ് നരന് ഫോൺ വരുന്നത്. അങ്ങനെ ഫോണും പിടിച്ചിട്ട് നരൻ പുറത്തിറങ്ങി ഫോൺ സംസാരിച്ചതിന് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഇവളിങ്ങനെ ഇരിക്കുകയാണ് അവിടെ. നീ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്നോട് ഇരിക്കാനല്ലല്ലോ പറഞ്ഞു, നിന്നോട് ഉറങ്ങിക്കോളാനല്ലേ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അവള് പറയാണ്, എന്താ എനിക്ക് ഇവിടെ ഇരിക്കാൻ പാടില്ല, എന്താ അതും എഗ്രിമെന്റിൽ എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അത് നീ എന്ത് വേണേലും ചെയ്തോ, ഇരിക്കാതിരിക്കേ, ഞാൻ പറഞ്ഞേ ഉള്ളൂ ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത്, അവിടെ റൂമുണ്ട്, അതിൽ വേണമെങ്കിൽ പോയി കിടന്ന് ഉറങ്ങിക്കോ, അതുകൊണ്ട് പറഞ്ഞതാ എന്ന് പറയുകയാണ്. അങ്ങനെ അവര് നമ്മുടെ നരനകത്തേക്ക് പോവുകയാണ്. അതേ സമയത്ത് ഇവളാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് ടെറസിന്റെ മുകളിൽ നിന്ന്. അപ്പോൾ അവിടെ ഗംഗ ഇങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുകയാണ്. അവളെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ എന്നുള്ള ഒരു വിഷമത്തിൽ അങ്ങനെ നോക്കുന്നുണ്ട്. അവളെ കാണാതെ അവരങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്നുണ്ട് ഗംഗ. അപ്പോൾ വിനീത് വന്നിട്ട് ഗംഗയെ സമാധാനിപ്പിക്കുകയും അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുകയാണ്. അവൾ കുറേ നേരം അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ കാവേരിയുടെ സ്വന്തം വീട്ടിൽ എല്ലാവരും കിടന്നുറങ്ങുന്നുണ്ട്. നല്ല ടെൻഷനാണല്ലോ നമ്മുടെ ഇവള് ശാരദയ്ക്ക് ഉണ്ടായിട്ടുള്ളത്. വല്ലാത്തൊരു ഷോക്കാണല്ലോ കിട്ടിയിട്ടുള്ളത്. ശാരദയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചിലൊരു പ്രയാസം വരികയും അവൾ അവിടെ കിടന്ന് കരയുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് എല്ലാവരും ചാടി എഴുന്നേറ്റ് അപ്പൊ പുറത്തു പോയി ശാരദ ഛർദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ശ്വാസം കിട്ടാത്ത രീതിയിലൊക്കെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരികയാണ്. ഗംഗ പെട്ടെന്ന് തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ വിനീതും ഓടി വരികയാണ്. അതേ സമയത്ത് വിനീതിനെ കൊണ്ട് ഒരു ഓട്ടോ വിളിപ്പിക്കുന്നുണ്ട്. വേഗം പോയി ഒരു ഓട്ടോ വിളിച്ചിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നും പറയുകയാണ്. വിനീത് പെട്ടെന്ന് തന്നെ ഓട്ടോ വിളിക്കുകയാണ്. പക്ഷെ അതൊന്നും തന്നെ കാവേരി കാണുന്നില്ല കേട്ടോ. ടെറസിന്റെ മുകളിൽ അപ്പം അവൾ ഉണ്ടായിരുന്നില്ല, അവൾ അവിടെ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെ കാവേരി കാണുന്നില്ല. ഓട്ടോ വരുന്ന ഒച്ച കേട്ടപ്പോൾ അവൾക്ക് എന്താ പറ്റിയതാവോന്ന് വെച്ചാൽ ഓടി ചെല്ലുകയാണ്. ടെറസിന്റെ മുകളിൽ നോക്കുന്നുണ്ട്. ആ സമയത്ത് അമ്മയെ താങ്ങി പിടിച്ചുകൊണ്ട് ഗംഗയും ഇങ്ങനെ കയറാൻ നിൽക്കുകയാണ്. അമ്മയ്ക്ക് അവിടെ വയ്യാത്ത രീതിയിലൊക്കെ അവൾ കാണുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അയ്യോ അമ്മ എന്നും പറഞ്ഞ് താഴേക്ക് എത്തുകയും അവൾ വാതിലൊക്കെ തുറന്നിട്ടിട്ട്, അതായത് ആ വലിയ വീട് നരേന്റെ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നിട്ടതിന് ശേഷം അവള് ഓടി പുറത്തേക്ക് കടക്കുകയും വേഗം തന്നെ അമ്മയ്ക്ക് എന്താ പറ്റിയതെന്നും ചോദിച്ച് അവരുടെ അരികിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ അവരാണെങ്കിൽ ഇവളെ തട്ടി മാറ്റുകയാണ്. പോടി അവിടെ നിന്നും പറഞ്ഞ് അവളെ തള്ളിയിടുകയും അമ്മയെ അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് ഗംഗയും വിനീതും കൂടി കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്ക് എന്താ പറ്റിയത് എന്ന് യമുനയോടൊക്കെ ചോദിക്കുമ്പോൾ നീ ആരാത് ചോദിക്കാൻ, പൊടി എന്നും പറഞ്ഞ് അവളെ പുറത്താക്കി അവർ വാതിലടയ്ക്കുകയും ചെയ്യുന്നുണ്ട്. അവൾ സങ്കടപ്പെട്ട് അപ്പം തന്നെ ഹോസ്പിറ്റലിലോട്ട് അവരുടെ പുറകെ വെച്ച് ആ റോട്ടിലൂടെ ഇരുട്ട് നേരിട്ട് നല്ല രാത്രിയായി. അതിനുശേഷമാണ് ഇതറിയുന്നത്. അപ്പോൾ അങ്ങനെ അവൾ ആ റോട്ടിലൂടെ ഓടുകയും ചെയ്യുന്ന ഭാഗമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇനി എന്തായാലും ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്